നമ്മൾ ഇലക്ഷനിലേക്ക് പോകുന്തോറും ഇഷ്യൂസ് ഓരോന്നായി മാറി മറിഞ്ഞ് വരുന്നുണ്ട്. ഇപ്പോൾ കരുവന്നൂർ വിഷയം ഒരു പ്രധാനപ്പെട്ട വിഷയമായിരുന്നു. അവിടെ CPM-നെതിരെ ED മുതലായ ഏജൻസികളുടെ ആക്ഷൻ ഉണ്ടായി. അതുപോലെ തന്നെ കർത്തായെ ചോദ്യം ചെയ്തത് നമ്മൾ കണ്ടു, എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. അപ്പൊ അവസാന ദിവസങ്ങളിൽ എന്തെങ്കിലും സംഗതികൾ പ്രതീക്ഷിക്കുന്നുണ്ടോ? ഒന്നും പ്രതീക്ഷിക്കേണ്ട. കാരണം മോഡിയും പിണറായിയും തമ്മിലുള്ള ഭായി ബന്ധമുള്ളത് കൊണ്ട് ഒന്നും സംഭവിക്കുന്നു. ഇതിനേക്കാൾ വലിയ കേസായിരുന്നല്ലേ സ്വർണ്ണക്കള്ളക്കടത്ത് കേസ്. അതിപ്പോഴും പ്രധാനമന്ത്രി പ്രസംഗിക്കുന്നുണ്ട്. ആ പ്രസംഗം നടത്തിയോണ്ട് കാര്യമുണ്ടോ? ആക്ട് ചെയ്യുന്നില്ലല്ലോ. ഇപ്പൊ പലതരത്തിലുള്ള വിവാദങ്ങൾ തെരഞ്ഞെടുപ്പിൽ വന്നു. വടകരയിൽ സ്ഥാനാർത്ഥിയെ മോശമായി ചിത്രീകരിക്കുന്നു എന്ന ആരോപണം വന്നു. അങ്ങനെയൊക്കെയുള്ള പല കാര്യങ്ങൾ വരുന്നുണ്ട്. അപ്പൊ ഇതിന്റെയൊക്കെ അഡ്വാൻറ്റേജ് ഒരുപക്ഷെ മാറിയും മറിഞ്ഞും വന്നുകൂടെ? അല്ല, വടകരയിലെ LDF സ്ഥാനാർത്ഥി തന്നെ പറഞ്ഞു എന്റെ ചിത്രം ആരും മോർഫ് ചെയ്തില്ല, വീഡിയോ ഇല്ല. അതോടുകൂടി തീർന്നു പോയല്ലോ സംഭവം. ഈ ഇലക്ഷനിൽ ഇപ്പോൾ കേരളത്തിൽ ഒരു നറേറ്റീവ് ഉണ്ടാക്കി മുന്നോട്ട് പോകുന്നത് UDF തന്നെയാണ്, ഞങ്ങളെ മറ്റുള്ളവർ ഫോളോ ചെയ്യാണ് എന്നുള്ള ആത്മവിശ്വാസം തീർച്ചയായിട്ടും ഞങ്ങൾ പറയുന്നതിനാണല്ലോ അവർ ഫോളോ ചെയ്യുന്നത്. ഞങ്ങൾ പറയുന്ന കാര്യങ്ങൾക്കാണല്ലോ മുഖ്യമന്ത്രി മറുപടി പറയുന്നത്. അല്ലാണ്ട് പുതിയൊരു നറേറ്റീവ് അവർക്ക് മുന്നോട്ട് വെക്കാൻ കഴിഞ്ഞില്ല. കാരണം അവർക്കറിയാം അവരുടെ പരിമിതി. ജനങ്ങൾ വളരെ വിവേകശാലികളല്ലേ. പണ്ടിവിടെ കേരളത്തിൽ അസംബ്ലിയും പാർലമെൻറ്റും നടന്നപ്പം അസംബ്ലി LDF-നും പാർലമെൻറ്റ് കേന്ദ്രത്തിന് വോട്ട് ചെയ്ത ജനങ്ങളാണ്. അപ്പം ജനങ്ങൾ വളരെ വ്യക്തതയോടുകൂടി കാര്യങ്ങൾ കാണുന്ന ആളുകളാണ്. പക്ഷെ ഇനി വരാൻ പോകുന്ന എല്ലാ തെരഞ്ഞെടുപ്പുകളിലും ഒരു UDF മുന്നേറ്റമായിരിക്കും. ഇപ്പോൾ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ട് കണക്കെടുത്താൽ വലിയ ഹ്യൂജ് ഡിഫറൻസ് LDF-ഉം UDF-ഉം തമ്മിലുണ്ടായിരുന്നു. ആ 2019 നിന്ന് 2021 എത്തുമ്പോൾ കോവിഡ് വന്നു എന്ന് പറയാം. പക്ഷേ LDF-ലേക്ക് വലിയ വോട്ട് ഷിഫ്റ്റ്, അതായത് പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ UDF-ന് വോട്ട് ചെയ്ത വലിയൊരു വിഭാഗം ജനങ്ങൾ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ LDF-ന് വോട്ട് ചെയ്തു. ചിലപ്പോൾ നമ്മുടെ കേരളത്തിന്റെ പാറ്റേൺ ഇപ്പോൾ ലോക്സഭയിലേക്ക് കോൺഗ്രസ് എന്നുള്ളതാണ് എങ്കിൽ നിയമസഭയിലേക്ക് ചിലപ്പോൾ ഇനിയും LDF ആയിക്കൂടെ? അല്ല, ഇനി ഏതായാലും ഉണ്ടാവില്ല. ജനങ്ങൾ കാര്യം ബോധ്യപ്പെട്ടു. ഇതുപോലെ കേരളത്തെ തകർത്ത ഒരു സർക്കാരിന് ആരാ വോട്ട് ചെയ്യാൻ പോകുന്നത്?